ബഷീർ എളിയ തോതിൽ ഒരു എഴുത്തുകാരനാണ്. ആളെ മനസ്സിലായില്ലേ? വൈക്കം മുഹമ്മദ് ബഷീർ, എ വെരി ഒറിജിനൽ റൈറ്റർ, എക്സെപ്ഷണലി ബ്രില്യന്റ്. പേരെന്താ? ബഷീർ. പേര് പറഞ്ഞില്ലല്ലോ. നാരായണി. സുന്ദരമായ പേര്. എനിക്കൊരു റോസാച്ചെടി തരുമോ? നാരായണി, ഈ ഭുവനത്തിലുള്ള എല്ലാ പനിനീർ ചെടികളും ഞാൻ നാരായണിക്ക് തരും. ഈ കായ വറുത്തത് എല്ലാവർക്കും ഓരോ കഷ്ണം കൊടുക്കട്ടെ? എല്ലാവർക്കും കൊടുക്ക്. നാരായണയുടെ എന്റെയും പേരിൽ. എന്നെ മാത്രം സ്നേഹിക്കൂ. ഞാൻ ബഷീർക്കാക്കാന്റെ പെങ്ങളാ. എനിക്കൊരാടുണ്ട്. ഇക്കാക്ക പറയാണ് ഇന്റെ ആട് പുസ്തകം എല്ലാം തിന്നാണെന്ന്. ഇന്റെ ആടങ്ങനെ ചെയ്യോ? ആദ്യകാഴ്ചയിൽ ശത്രുവായിരുന്നവൻ, പിന്നീട് ഒറ്റ ചങ്ങാതിയായി തീർന്നവൻ, ഒടുവിൽ സ്വന്തം ജീവനേക്കാൾ വിലപിടിപ്പുള്ള തന്റെ ബാല്യകാല സഖിയായി തീർന്നവൻ. അവളായിരുന്നു മജീദിന്റെ സ്വന്തം സുഹാർത്ത്. താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ, പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്കുറങ്കുള്ളോളെ, പങ്കുറങ്കുള്ളോളെ, പൂനിലാവ് വന്ന് പൂവിതറുന്നുണ്ട്, പൂക്കളിൽ റാണിയായി പൂത്തു നിൽക്കുന്നോളെ, പൂത്തു നിൽക്കുന്നോളെ. നിങ്ങൾ എന്റെ ഒരു കഥ വായിച്ച് ചിരിക്കുകയാണെങ്കിൽ അതിനേക്കാൾ 1000 മടങ്ങ് കൂടുതൽ ഞാൻ ചിരിച്ചിട്ടുണ്ട്. കണ്ണുനീര് വരുന്ന കഥയാണെങ്കിൽ കണ്ണുനീര് എന്റെ ഒരുപാട് പ്രവഹിച്ചിട്ടുണ്ട്. എന്റെ കഥകൾ ഞാൻ അനുഭവിച്ച് ചിന്തിച്ച് ഓരോ അക്ഷരം എഴുതിയിട്ടുള്ളതാണ്. രാജകുമാരി അജിതേ, ഒന്നൊന്ന് എത്രയാ? മിനി വലിയ ഒന്നാ? താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ, പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്കുറങ്കുള്ളോളെ, താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ, പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്കുറങ്കുള്ളോളെ, പങ്കുറങ്കുള്ളോളെ. ഞാൻ പാത്തുമ്മ, ബഷീറിന്റെ പെങ്ങള്. ഇതെന്റെ ആട്. ഇതിന് ആർക്കും കണ്ടുകൂടാ. ഇവളെല്ലാം കട്ടുന്നത്ര. എന്നാ എനിക്കിതിന് പെരുത്തിഷ്ട. ഈ ആട്ടുംപാല് വിറ്റിട്ട് 5-6 ആള് കഴിയുന്നത്. എന്നാ എല്ലാരും കൂടി ഉണ്ട് പാല് കെട്ട് കുടിക്കും. ഞാൻ എന്താ ചെയ്യാ? നമ്മുടെ ഭാര്യ പാത്തുമ്മ. താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ, പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്കുറങ്കുള്ളോളെ, പങ്കുറങ്കുള്ളോളെ, പൂനിലാവ് വന്ന്. ആടിന് വല്ലോ കൊടുത്താ വേണ്ടേ? അതിന് കഞ്ഞവെള്ളം കൊടുത്തതാ. ആ, ഇന്നാ ഇത് അതിന് കൊണ്ടുപോയി കൊടുക്ക്. താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ, പഞ്ചവർണ്ണ. എന്റെ എഴുത്തുകൾ വായിച്ച് ഏറ്റവും കൂടുതൽ ചിരിച്ചത് ഞാനായിരിക്കും, കരഞ്ഞതും ഞാനായിരിക്കും. കാരണം അതൊക്കെയും എന്റെ അനുഭവങ്ങളായിരുന്നു. താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ,
പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്കുറങ്കുള്ളോ താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ പഞ്ചവർണ്ണ പൈങ്കിളിയിൽ താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്കുറങ്കുള്ളോളെ ആരാ അവിടെ ചൂളം അടിക്കുന്നേ? ഞാനാ പേരെന്താ? ബഷീർ. എളിയ തോതിൽ ഒരു എഴുത്തുകാരനാണ്. 2.5 കൊല്ലത്തെ തടവ്. ഇപ്പൊ ഞാനിവിടെ തനിച്ചാ. കൂട്ടുകാരെല്ലാം പോയി. പേര് പറഞ്ഞില്ലല്ലോ. നാരായണി. സുന്ദരമായ പേര്. വയസ്സ് 22. സുന്ദരമായ വയസ്സ്. കഠിന തടവാണല്ലേ? അതെ, 14 കൊല്ലം. എനിക്കൊരു റോസാച്ചെടി തരുമോ? നാരായണി എങ്ങനെ അറിഞ്ഞു ഇവിടെ റോസാച്ചെടി ഉണ്ടെന്ന്? ജയിലല്ലേ, എല്ലാവരും അറിയും. ഇവിടെ രഹസ്യങ്ങളൊന്നുമില്ല. തരുമോ? എന്താ മിണ്ടാത്തെ? നാരായണി, ഈ ഭുവനത്തിലുള്ള എല്ലാ പനിനീർ ചെടികളും ഞാൻ നാരായണി. എന്റെ എഴുത്തുകൾ വായിച്ച് ഏറ്റവും കൂടുതൽ ചിരിച്ചത് ഞാനായിരിക്കും. കരഞ്ഞതും ഞാനായിരിക്കും. കാരണം അതൊക്കെയും എന്റെ അനുഭവങ്ങളായിരുന്നു. താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്കുറങ്കുള്ളോളെ പങ്കുറങ്കുള്ളോളെ പൂനിലാവ് വന്ന് പൂവിതറുന്നുണ്ട്. പൂക്കളിൽ റാണിയായി പൂത്തു നിൽക്കുന്നോളെ താമര